ചില ദിവസങ്ങളൊക്കെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നിയോഗം തരുന്ന അതങ്ങ് ഏറ്റെടുത്ത് ചെയ്തോണം കേട്ടോ. ജീവന്റെ മേൽ അവകാശം പറഞ്ഞ ചില നുഖങ്ങളെ തകർക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ദൈവസേന ഇരിക്കുന്നതിലൂടെ തൻ്റെ ജീവൻ നമ്മുടെ മേൽ പകരപ്പെടുന്നതിലൂടെ അത് സംഭവിക്കുന്നത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരുടെ സ്വാഗതം. വീണ്ടും നിങ്ങളോടൊപ്പം ഒരു ദിവസം കൂടെ ഈ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം എളിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സാവകാശത്തിനും അവസരത്തിനും ദൈവത്തിന് നന്ദി പറയുക. ജീവന്റെ മേൽ അവകാശം പറയുന്ന നുഖത്തെ ദൈവം തകർക്കുന്നു. ഞാൻ ലാസ്റ്റ് ഒരു മൊർദെഖായിയുടെ പദം പറഞ്ഞായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഭാഗം തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. 6-ാം അധ്യായം എസ്തേറിന്റെ പുസ്തകം 4-ാമത്തെ വാക്യം. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്നു നിൽക്കുകയായിരുന്നു. ദൈവവൈതലേ, നീ ഒരു മൊർദെഖായി ആണോ എന്ന് നിനക്കൊരു ഹാമാൻ എതിരാളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഹാമാൻ എന്നും എതിരാളിയായിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ഹാമാനായിരിക്കും പദവിയുള്ളത്, ഹാമാനായിരിക്കും സ്വാധീനവും സ്ഥാനവും മാനവും പൈസയൊക്കെ ഉള്ളത്. പക്ഷെ മൊർദെഖായി നിനക്ക് അഭിഷേകമുണ്ട്. നമ്മുടെ ഹെഡിങ് മറക്കല്ലേ, അഭിഷേകം നുഖത്തെ തകർക്കും. അഭിഷേകം നുഖത്തെ തകർക്കും. രാജാവിൻ്റെ വാതിക്കല് രട്ടുടുത്തിരിക്കുന്ന മനുഷ്യനെ നിങ്ങളൊന്ന് കണ്ടേ. പക്ഷേ അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവൈദ്യരാണ്. ഞാനും നിങ്ങളും ദൈവിക അഭിഷേകത്തിൽ നടക്കുന്നിടത്തോളം കാലം നമ്മുടെ പുറത്തെ ഒന്നുള്ളൊരു വിഷയമല്ല കേട്ടോ. നമ്മുടെ അകത്തളങ്ങളിൽ പകരപ്പെട്ട ദൈവകൃപയാണ്. ഉള്ളിൽ ക്രിസ്തു, ഉള്ളിൽ പരിശുദ്ധാത്മാവ്, കൂടെ ദൂതന്മാർ. ആമേൻ. അങ്ങനെ നിങ്ങളൊന്ന് നടന്നേ. ഹല്ലേലൂയ. ആനപ്പുറത്തിരിക്കുന്നതിന് താഴെ കുരയ്ക്കുന്ന പട്ടിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല കുഞ്ഞെ. നീ അതൊന്നും പേടിച്ച് ടെൻഷൻ അടിക്കാതെ. നിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകാനാ അവൻ അതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ നീ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അവനെ അർഹിക്കുന്ന അവഗണന കൊടുത്ത് മൈൻഡ് ചെയ്യാതൊന്നും ഇരിക്കാവോ? താരോടൊക്കെയുള്ള ദൂത ഏറ്റെടുത്തണം കേട്ടോ. ചില പൈശാചിക മണ്ഡലങ്ങളെ നീ ആവശ്യമില്ലാതെ ശ്രദ്ധിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് നിമിത്തം വന്ന ചില പ്രയാസങ്ങളാ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന കുടഞ്ഞുകളാ. കത്തുന്ന തീക്കകത്തോട്ടങ്ങ് കുടഞ്ഞുകളാ. ദോഷമൊന്നും പറ്റത്തില്ല, ദോഷമൊന്നും പറ്റത്തില്ല. മടങ്ങി വരട്ടെ, വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. സ്തോത്രം. 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം തീർക്കുകയാണ്. ആർക്കാ? അഭിഷക്തനായിരിക്കുന്ന മൊർദെഖായിക്കെതിരായിട്ട്. ഹാമാൻ ഇല്ലേ? പക്ഷെ അവൻ്റെ കുരുക്ക് നിന്റെ കഴുത്തെ വീഴത്തില്ല മൊർദെഖായി. ചില മരണ കുരുക്കുകൾ അഴിഞ്ഞതിൻ്റെ ചില റിസൾട്ടുകൾ നാളുകളായിട്ട് ഭീതി പരത്തി രാത്രിയും പകലും എങ്ങനെ നിന്നെ തകർക്കണം, ഒരു പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ ദേശത്ത് പരസ്യകോലമാക്കുമെന്നും ചില വിഷയത്തിനകത്ത് നിന്നെ അകപ്പെടുത്തി തല പൊങ്ങാൻ അനുവദിക്കത്തില്ലെന്നും നീ നിൽക്കുന്നിടത്ത് നിന്നെ ഓടിച്ചു വിടുമെന്നും പറഞ്ഞ് വാദിച്ച് വെല്ലുവിളിക്കുന്ന ചില ഇരുട്ടിൻ്റെ നുഖത്തിൻ്റെ ബന്ധനങ്ങളെ സ്വർഗം അഴിക്കാൻ പോവാം. മരണക്കുരുക്കുകൾ ഹാമാൻ്റെ കഴുത്തെ വീഴാൻ പോകും. നാളെ നമ്മൾ വീണ്ടും ഇത് ചിന്തിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ചില മരണക്കുരുക്കുകൾ ഇവരിൽ നിന്ന് അഴിയുന്നതിനായിട്ട് നന്ദി പറയുന്നു. മരണബന്ധനങ്ങൾ, സ്വാധീനമുള്ള, ശക്തിയുള്ള, പദവിയുള്ള, അധികാരമുള്ള ചില ഹാമാന്മാരിൽ നിന്ന് വന്ന ചില വെല്ലുവിളികളും അതിൻ്റെ ചില സ്വാധീന ശക്തികളും ഈ ദൂത് കേൾക്കുന്ന ചില സഹോദരങ്ങളുടെ ബന്ധത്തിൽ ഇടർച്ചയായിട്ടും ഭീതിയായിട്ടും ഒരു മരണ അവസ്ഥ പോലെ ആയിരിക്കുന്ന അനുഭവത്തിനകത്ത് ഈ പ്രാർത്ഥന അവിടെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി കൊണ്ടുവരട്ടെ. കുരുക്കഴിയട്ടെ കർത്താവേ. ഹാമാൻ്റെ ചില കുരുക്കുകൾ ഹാമാന് തന്നെ വീഴട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.